നമ്മൾ ജീവിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? കോടിക്കണക്കിന് താരാപഥങ്ങളും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളും ഊർജവും ദ്രവ്യവും നിറഞ്ഞ ഈ അനന്തത ഒരുനാൾ ഇല്ലാതാകുമോ? ഈ ചോദ്യങ്ങൾ മനുഷ്യരാശിയെ എന്നും വേട്ടയാടിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു. അവരുടെ കണ്ടെത്തലുകൾ നമ്മെ ഭയപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ചില സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന് ഈ നിഗൂഢതയുടെ ചുരുളരിക്കാൻ നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകുകയാണ്. പ്രപഞ്ചത്തിന്റെ അന്ത്യത്തിലേക്കുള്ള ഒരു യാത്ര. നമ്മുടെ പ്രപഞ്ചം നിർത്താതെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തിന് ശേഷം ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് തുടങ്ങി നിമിഷം പ്രതി വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ബലൂൺ പോലെയാണിത്. എന്നാൽ ഈ വികാസം അനന്തമായി തുടരുമോ? അതോ ഒരുനാൾ ഇതിന് ഒരു അന്ത്യം വരുമോ? ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സിദ്ധാന്തങ്ങളിലൊന്ന് ഹീറ്റ് ഡെത്ത് അഥവാ താപമരണം എന്ന ആശയമാണ്. താപമരണം സംഭവിക്കുകയാണെങ്കിൽ പ്രപഞ്ചം അനന്തമായി വികസിക്കുകയും തണുത്തുറയുകയും ചെയ്യും. നക്ഷത്രങ്ങൾ അവരുടെ ഊർജം മുഴുവൻ ഉപയോഗിച്ച് കെട്ടുപോകും. ഗ്രഹങ്ങൾ ജീവനില്ലാത്ത പാറകളായി മാറും. എല്ലാ ഊർജവും ഒരുപോലെ വ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രപഞ്ചം എത്തിച്ചേരും. അപ്പോൾ താപവ്യതിയാനങ്ങൾ ഇല്ലാതാകും. അതുവഴി യാതൊരു പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രപഞ്ചം നീങ്ങും. ബ്ലാക്ക് ഹോളുകൾ പോലും ഹോക്കിംഗ് വികിരണം വഴി പതിയെ അപ്രത്യക്ഷമാകും. അവസാനം പ്രകാശവും ചൂടുമില്ലാത്ത കേവലം ശൂന്യത മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയായിരിക്കും അത്. ഒരു മരവിച്ച നിശബ്ദമായ അന്ത്യം. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. ബിഗ് റിപ്പ് എന്ന ഭയാനകമായ സിദ്ധാന്തം. പ്രപഞ്ചം വികസിക്കാൻ കാരണം ഡാർക്ക് എനർജി എന്ന നിഗൂഢ ശക്തിയാണെന്ന് നമുക്കറിയാം. ഈ ഡാർക്ക് എനർജിയുടെ ശക്തി ഭാവിയിൽ അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ശക്തി ഗുരുത്വാകർഷണത്തേക്കാൾ വലുതാകും. ആദ്യം താരാപഥങ്ങളെ അത് കീറിമുറിക്കും. പിന്നെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പരസ്പരം അകറ്റും. അക്ഷരാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ഘടനയെ തന്നെ അത് ഇല്ലാതാക്കും. അണുക്കളെപ്പോഴും വിഘടിപ്പിച്ച് എല്ലാം ഇല്ലാതാക്കുന്ന ഒരു ഭയാനകമായ അന്ത്യമായിരിക്കും ബിഗ് റിപ്പ്. പ്രപഞ്ചം സ്വയം കീറിമുറിയുന്ന ഒരു ദുരന്തം. മൂന്നാമത്തെ സാധ്യത ബിഗ് ക്രഞ്ച്. പ്രപഞ്ചത്തിന്റെ വികാസം ഒരുനാൾ നിലയ്ക്കുകയും ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയാൽ എല്ലാം ഒരുമിച്ച് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. ഒരു ബിഗ് ബാങ് തുടങ്ങിയതുപോലെ എല്ലാം ഒരു ചെറിയ അതിസാന്ദ്രമായ ബിന്ദുവിലേക്ക് തിരിച്ചു ചുരുങ്ങി ഒരു പുതിയ ബിഗ് ബാങ്ങിന് വഴി തുറക്കുമോ? ഒരുപക്ഷേ ഇത് അനന്തമായ പ്രപഞ്ച ചക്രങ്ങളുടെ തുടക്കമാകാം. ഒരു പ്രപഞ്ചത്തിന്റെ അന്ത്യം, മറ്റൊരു പ്രപഞ്ചത്തിന്റെ ആരംഭം. എന്നാൽ നിലവിലെ നിരീക്ഷണങ്ങൾ പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കാണിക്കുന്നതുകൊണ്ട് ബിഗ് ക്രഞ്ച് സാധ്യത കുറവാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഭാഗം വളരെ ചെറുതാണ്. അത് നമ്മുടെ ദൃശ്യപ്രപഞ്ചം മാത്രമാണ്. പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ദൂരെ നിന്നുള്ള പ്രകാശമാണോ നമ്മളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, അതാണ് നമ്മുടെ ദൃശ്യപരിധി. അതിനപ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അനന്തമായ ശൂന്യതയാകാം. അതോ കൂടുതൽ പ്രപഞ്ചങ്ങളോ? ഈ ദൃശ്യപരിധി പോലും പ്രപഞ്ചത്തിന്റെ വികാസം മൂലം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. അതായത് നമ്മൾ കാണുന്ന പ്രപഞ്ചം പോലും ഒരുനാൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവാം. പ്രപഞ്ചത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നതിന് കൃത്യമായ ഒരു തരം നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ തണുത്തുറഞ്ഞ ശൂന്യതയിലെല്ലാം അവസാനിക്കാം. അല്ലെങ്കിൽ എല്ലാം കീറിമുറിയുന്ന ഒരു ദുരന്തമാകാം. ഒരുപക്ഷെ ഒരു പുതിയ പ്രപഞ്ചത്തിന്റെ ആരംഭമാകാം. ഈ അറിവ് നമ്മിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറയ്ക്കുന്നു. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. ഈ പ്രപഞ്ചം പോലെ തന്നെ അതിന്റെ അന്ത്യവും നമ്മെ വിസ്മയിപ്പിക്കുന്നത് തുടരും. നക്ഷത്രങ്ങൾ കെട്ടുപോകുന്നതും താരാപഥങ്ങൾ ചിതറിത്തെറിക്കുന്നതും കാലം നിശ്ചലമാകുന്നതുമായ ഒരു ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരി പോലെ ചെറുതാണെങ്കിലും നമ്മൾ അറിയാനും കണ്ടെത്താനുമുള്ള ഈ അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രപഞ്ചം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പോലും മനുഷ്യരാശിയുടെ ജിജ്ഞാസ അനന്തമായിരിക്കും.